എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇടിയപ്പവും ഗ്രീൻ പീസ് സ്റ്റൂവും ഒക്കെ നോക്കിണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കാം. ഇവിടെ മകതിക്കുട്ടിക്കുള്ള ചോറുമായി ഏകദേശം. ആവി കയറ്റാൻ നോക്കാം. ഇടിയപ്പം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അവൻ രാവിലെ വന്ന് എൻ്റെ ഇത് വന്ന് ഇടിയപ്പമൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന ഭാഗം കേട്ടോ. ഞാനിവിടെ കഥ തുറന്ന് അപ്പം വരും, എന്തെങ്കിലും കഴിച്ചിട്ടാവും പോത്തുള്ളൂ ഇടുന്ന. കുട്ടിയാണെങ്കിൽ അവനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ആ ബാ അത് കുട്ടി കയറിപ്പോൾ നമുക്ക് ബാ. ബസ് എന്ന് വെച്ചാൽ നേരത്തെ, അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങുക, സമയം പോയി. അപ്പോൾ മേതക്കൂട്ടി അതിനിടയ്ക്ക് വഴക്കുവാ. പുറത്ത് നല്ല മഴയുണ്ടെന്ന്. അപ്പോൾ ഇന്ന് കയറിയെന്ന് ഭയങ്കര മഴയാണ്. മഹതിക്കുട്ടി ഇനി കയറ്റിയിടാൻ വേണ്ടി കയറിയെന്നപ്പോൾ ഭയങ്കര മഴ. ചേച്ചിയെ വിട്ട് അങ്ങനെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇടിയപ്പത്തിനുള്ള സ്റ്റൂവും റെഡി ആയി കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഞാനും മേതക്കുട്ടി ഒന്ന് പുറത്ത് പോയി. ഇന്നിച്ച് തിരക്കായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്ന് കയറിയതേ ഭാഗമുള്ളൂ. മഹതിയെ വിളിക്കാൻ പോകുന്ന സമയമായി. അപ്പം അവൾ എന്നെക്കാളും സ്പീഡ് റെഡിയായി നിൽക്കുക. പൂവും പറിച്ചിട്ടുള്ള ഓട്ടോ കേട്ടോ. പൂവും പറിച്ചിട്ടുള്ള ഓട്ടോ കേട്ടോ. ഒന്നും പറഞ്ഞേ. ഐ ലവ് യു എന്നോ? ആരോടാ? അമ്മയോടാണോ? താങ്ക് യു. പിന്നെ തൂക്കാം അവിടെയൊക്കെ. ഇത് എവിടെ പോകാനായി ഷൂ ഒക്കെ ഇടിപ്പിച്ച അമ്മേ? കുഞ്ഞെവിടെ ഷൂ ഒക്കെ ഇടിപ്പിച്ചതിനെ? ഉള്ള ഷൂ എല്ലാം എടുത്തോണ്ടിട്ടാണോ പോയി? കുട്ടി ഉറക്കിപ്പിച്ച കേട്ടോ. എന്നെക്കാളും സ്പീഡിൽ പോവുക കേട്ടോ. മേധ അറിഞ്ഞില്ല കേട്ടോ മകതി വന്നത്. ഞാൻ ഗേറ്റ് ചാരിട്ടിട്ട് പോയപ്പോൾ. കണ്ടോ ഉത്തരവാദിത്തം നോക്ക്. അപ്പം സമയം ഏകദേശം ഒരു 5:30 കാണും. അപ്പോൾ ഒരാൾ വന്ന് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇറങ്ങി വന്നേക്കുന്നത്. നല്ലൊരു ബ്രൂ കോഫി കിട്ടുക ഇങ്ങനെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ കുടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുക. അപ്പോൾ മഴയാണ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. അതൊരു കൊക്കിൻ്റെ കുഞ്ഞാണ് കേട്ടോ. പറക്കാൻ പഠിക്കുന്നതാണ്. കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിരുന്ന ഭാഗം കേട്ടോ. മേതക്കുട്ടി ചെറിയൊരു വീഴ്ച കഴിഞ്ഞ് ഇരിക്കുന്നുണ്ട്. അവൾ ഇറങ്ങിയില്ല. പക്ഷേ മേതക്കുട്ടി തന്നെ ഇപ്പോൾ കളിയാണ്. അല്ലെങ്കിൽ സാധാരണ മധുക്കുട്ടി ഫസ്റ്റ് ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പം ചെറുതായിട്ട് കാല് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മേതക്കുട്ടി തന്നെ കളിക്കുക കേട്ടോ. എന്തുവാടാ? ഷൂ ഇട്ടിട്ട് ഞാൻ മടുത്തു ഗേസ്. അവൾക്കൊരു ഷൂ ഉണ്ട്, ഒരു 10 തവണ അവളത് ഊരും.
ഹലോ, എന്താ പരിപാടി? എന്തെടുക്കുക? വൈകുന്നേരം ആകുമ്പോൾ ഈ സമയം വരും കേട്ടോ. ഞങ്ങൾ സാറിന് ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കും ഇവന്മാർക്ക്. അപ്പോൾ എവിടെയാണെങ്കിലും ഇവന്മാർ ആ സമയമാകുമ്പം എൻ്റെ അടുത്തോട്ട് വരും. രണ്ടുപേരും അവിടെ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സമയം കറക്റ്റ് സമയമാകുമ്പോൾ അവന്മാർ എവിടെ നിന്നാണെങ്കിലും ആ സമയമാകുമ്പോൾ വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് അവന്മാർ പോകത്തുള്ളൂ. ഇനിയിപ്പോൾ പോവും. എന്നും ഈ സമയമാകുമ്പോൾ അവന്മാർ വന്ന് ചിലപ്പോൾ രാത്രി 6:30 ആവും വരുമ്പോൾ, ചിലപ്പോൾ ഈ സമയം നേരത്തെ വരും. ഇപ്പോൾ രണ്ടുപേരും അവിടെ ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവന്മാരത് കഴിക്കുക. എൻ്റെ മേതക്കൊട്ടേ കണ്ട ഒരു രക്ഷയില്ല. ഷൂ എടുത്ത് മുകളിൽ ഇടുക കണ്ടോ. ഒരു ഷൂ അവിടെ, ഒരു ഷൂ ഇവിടെ. ഇവിടെ എല്ലാം ഇവളിടുന്ന വേസ്റ്റ് കേട്ടോ. ഇനി ഞാൻ ഇവിടെ നിന്ന് പിറക്കാൻ വന്നോ. ഇതാരാ അവിടെ ചെരുപ്പിട്ടെ? ആ, പാവം ചേച്ചിയായി കേട്ടോ. അവളെ സമ്മതിച്ചിരുത്തില്ല കേട്ടോ. ഇവിടെ നല്ല പൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിയുടെ കാല് ചെറുതായിട്ട് സൈക്കിൾ ഇടിച്ചതാണ്. അപ്പം ചെറിയൊരു മുറിവുള്ളൂ. പുള്ളിക്കാരി അതുമായിട്ട് സങ്കടപ്പെട്ടിരിക്കുക. അപ്പം ഓണമൊക്കെ ആകാറായിട്ട് നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 6:30 അപ്പം ഞാൻ ഇനി വിളക്ക് കത്തിക്കാനൊക്കെ പോവുക. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.